ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ ആയിരുന്നു നമ്മളെ മലയാളത്തിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചെറിയൊരു ട്രിപ്പും അതിനുശേഷം ഒരു ജലദോഷം പനിയൊക്കെ ആയിട്ടാണ് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എല്ലാ ദിവസവും ഇനി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മലയാളം സിലബസിലുള്ള ഗദ്യഭാഗത്ത് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാൻ തരും, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ സിലബസിൽ അവതാരണം എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അവതാരണം എന്ന് പറഞ്ഞാൽ അഥവാ അർത്ഥഗ്രഹണം, വായന മുഖേനയുള്ള ഗ്രഹണശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അവതാരണം. ഒരു ഗദ്യഭാഗമോ പദ്യഭാഗമോ വായിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആശയം മനസ്സിലാക്കുകയാണ് അവതാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഗദ്യരൂപത്തിലോ പദ്യരൂപത്തിലോ ഉള്ള ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആശയമോ പദങ്ങളോ വാക്യങ്ങളോ കണ്ടുപിടിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ അവതാരണം സഹായിക്കുന്നു. ഗ്രഹിക്കുക, ധരിക്കുക, ഓർമ്മിക്കുക, പ്രതിപാദിക്കുക, ഊഹിച്ചറിയുക, സാരം ഗ്രഹിക്കുക തുടങ്ങിയ ബുദ്ധിയുടെ വ്യാപകമായ കഴിവുകൾ പരിശോധിക്കുകയാണ് അവതാരണത്തിലൂടെ ചെയ്യുന്നത്. ഇനി അവതാരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നമുക്ക് സാധാരണയായി ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഒരു വലിയൊരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 5-6 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമുക്ക് കാണുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒന്നുകിൽ പാരഗ്രാഫ് തന്നിട്ട് ചോദിക്കും, മറ്റൊന്ന് പോയം തന്നിട്ട് ചോദിക്കും പദ്യഭാഗത്തിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പാരഗ്രാഫ് വായിക്കാൻ നിന്നിട്ട് സമയം കളയാൻ നിൽക്കാതെ താഴെ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് അത് നമ്മൾ വായിക്കുക. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് കുറച്ച് ടേംസൊക്കെ കിട്ടും. എന്താണ് ഈ പാരഗ്രാഫ് വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിനുശേഷം മാത്രം നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടും. നമ്മുടെ ടൈം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം പാരഗ്രാഫിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളതൊന്ന് ആൻസർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈ മാർക്ക് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് അടിയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഖണ്ഡിക വായിക്കാൻ നിൽക്കാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ലേഖന ഭാഗത്തെ കേന്ദ്രാശയം എന്താണ്? ഓപ്ഷൻ എ കവിതയുടെ ഇതിവൃത്തം, ബി കവിതയുടെ ഘടന, സി കവിതാസ്വാദനം, ഡി മികച്ച കവിതയുടെ സവിശേഷതകൾ. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഖണ്ഡിക കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ആണെന്നുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിത പൊരുത്തപ്പെടാത്തത് ഏതുമായിട്ടാണ് എന്നാണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത്? ഓപ്ഷൻ എ അബോധ തരംഗങ്ങൾ ഉണർത്തുന്ന മനസ്സുമായി, ബി യുക്തിയുടെ കർക്കശമായ ആധിപത്യമുള്ള ബോധമനസ്സുമായി, സി വായനക്കാരൻ്റെ ബോധമനസ്സുമായി, ഡി അബോധ മനസ്സിലെ ചോദകങ്ങളും വികാരങ്ങളുമായി. ഇതിലേതോ ഒന്നായിരിക്കും നമ്മളെ ആൻസർ. ഇപ്പോൾ നമുക്ക് അതിലെ ടേംസൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് തരത്തിലുള്ള കവിതയാണ് വായനക്കാരെ ആഴത്തിൽ സ്പർശിക്കുന്നത്? അതിൽ എ ഒറ്റ വായനയിൽ തന്നെ വായനക്കാരൻ്റെ മനസ്സിൻ്റെ ബാഹ്യതലത്തെ ആവേശമാക്കുന്ന കവിത, ബി ജീവിതമുഹൂർത്തങ്ങളുമായി നേരിട്ടു ബന്ധം സ്ഥാപിക്കുന്ന കവിത, സി ആവർത്തിച്ച് വായിക്കുമ്പോൾ വായനക്കാരൻ്റെ അബോധ തലങ്ങളിൽ തരംഗങ്ങൾ ഉണർത്തുന്ന കവിത, ഡി നല്ല പദഘടനയും ചിത്രീകരണങ്ങളുമുള്ള കവിത. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച കവിതയുടെ പ്രധാന ധർമാശയവുമായി എഴുത്തുകാരൻ ചൂണ്ടിക്കാട്ടുന്നത് എന്ത്? എ ആത്മദർശനത്തിന് പ്രേരിപ്പിക്കുന്ന ഉണർത്തുപാട്ടാവണം, ബി നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി സംവദിക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കണം, സി യുക്തിചിന്ത വളർത്താൻ പര്യാപ്തമായതാവണം, ഡി വായനക്കാരൻ്റെ ഭാവനയും ഭാഷാശേഷിയും പരിപോഷിപ്പിക്കുന്നതാവണം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിൻ്റെ ഇരുണ്ട തലങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എ കവിതയിലെ പദഘടനയും പ്രതീകങ്ങളും മാസ്മരികാന്തയുള്ള കേവലയുക്തിയും പ്രത്യക്ഷ യാഥാർത്ഥ്യവും, സി അനാദിയായ വികാരങ്ങളും അനുഭൂതിയും, ഡി കാവ്യാസ്വാദന വ്യഗ്രത. ഇനി നമുക്ക് ഖണ്ഡിക വായിച്ചു നോക്കാം. ഇനി നമ്മൾ സ്ക്രീനിൽ നമ്മളെ ഖണ്ഡിക കാണിക്കാം. അപ്പോൾ ഓരോ ആൻസറും ഞാൻ അതിൽ അടയാളപ്പെടുത്തിയിട്ട് കാണിക്കാം. വോയിസിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആക്കിയത്. അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഖണ്ഡികയും വായിച്ചിട്ട് തന്നെ ചെയ്യാം.
അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നാളെ മുതൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി എല്ലാ ദിവസവും ഡെയിലി 7 മണിക്ക് നമ്മളെ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോട്ട് പുസ്തകവും സിലബസും ഒക്കെ സെറ്റാക്കി വെക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.